തിരുവനന്തപുരത്ത് 24 വാർത്താ സംഘത്തിന് നേരെയുണ്ടായ BJP ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. BJPയുടേത് മാധ്യമ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. ആക്രമണം തുടർന്നാൽ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് അറിയിച്ചു. അക്രമികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 24 തിരുവനന്തപുരം റിപ്പോർട്ടർ മേഘന മുരളി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കാണാം തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പരാക്രമം ഇങ്ങോട്ട് വേണ്ട. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് വട്ടിയൂർക്കാവ് മലമുകളിൽ BJP പ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ സംഘർഷമെന്ന വിവരമറിയുന്നത്. ഉടൻ തന്നെ റിപ്പോർട്ടർ മേഘനയും സംഘവും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച സംഘർഷത്തിന് രാത്രി 9 മണിക്ക് ശേഷവും ഒരയവും ഉണ്ടായിരുന്നില്ല. രണ്ടു വീട്ടുകാർ തമ്മിലുണ്ടായ അതിർത്തി തർക്കമാണ് വട്ടിയൂർക്കാവ് മലമുകളിൽ മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. വിഷയത്തിൽ ഇടപെടാൻ പുറത്തുനിന്നെത്തിയ BJP പ്രവർത്തകരെ നാട്ടുകാർ തടഞ്ഞതോടെ സംഘർഷത്തിന് മൂർച്ച കൂടി. സംഭവസ്ഥലത്തെത്തിയ ആദ്യ വാർത്താ സംഘമായിരുന്നു 24. വിവരങ്ങൾ ശേഖരിച്ച ഉടൻ നാട്ടുകാരുടെ പ്രതികരണം ഉൾപ്പെടെ മേഘനയും സംഘവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. തുടർന്നാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് റിപ്പോർട്ട് ചെയ്യുവാനായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് നീങ്ങിയത്. പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു മേഘനയ്ക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് BJP പ്രവർത്തകർ പാഞ്ഞെടുത്തത്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു ആക്രമണം. പല ചാനലുകളിലെയും ആളുകൾക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടമുണ്ടാക്കിയ കാര്യം, നമ്മൾ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതുന്ന ഒരുപാട് വനിതാ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നാണ് ഞാൻ പുറത്തേക്ക് വരാൻ കഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നതും എന്നുള്ളതാണ്. തങ്ങൾക്ക് പറയാനുള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരായിട്ടുള്ള ഗിരി, സുമി ബാലു എന്നിവരുടെ നേതൃത്വത്തിലുള്ള BJP സംഘം മേഘനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. BJP പ്രവർത്തകരുടെ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആക്രമണത്തിനെതിരെ പ്രതിഷേധിച്ച KUWJ രംഗത്തെത്തി. ഇത്തരമൊരു സംഭവം ജനാധിപത്യ വ്യവസ്ഥയിൽ ശരിയായൊരു നടപടിയല്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇതിനെ ശക്തിയായി കേരള പത്രപ്രവർത്തക യൂണിയൻ അപലപിക്കുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരായുള്ള ആക്രമണം തുടർന്നാൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും അറിയിച്ചു. സ്വാഭാവികമായി രണ്ട് പക്ഷത്തിൻ്റെയും പ്രതികരണങ്ങൾ തേടേണ്ടി വരും. അതിലിപ്പോൾ ഒരു പക്ഷത്തിന് ഇഷ്ടപ്പെടാത്തതാണ് മറ്റേ പക്ഷത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് കൊണ്ട് ആ മാധ്യമപ്രവർത്തകയെ കയ്യേറ്റം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉയർത്തിയിരിക്കുകയാണ്. BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മേഘ്ന ഫോർട്ട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. തുടർന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, നിങ്ങളിതാദ്യമായിട്ടല്ല മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. ഒന്നോർക്കുക, കേവലം ഒരു തൊഴിൽ മാത്രമല്ല ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തനം, ഒരു ജനതയോടുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. നിങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.